മൊഡ്യൂൾ 2-ലെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ അറേസ്. ഒരു മിനിറ്റ്. സോ അറേസ് നിങ്ങൾക്ക് അറിയാമല്ലേ, ഓൾറെഡി നിങ്ങളൊരുപാട് വട്ടം ചെയ്തിട്ടുള്ള സാധനമാണ് അല്ലേ. അറേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നമ്മൾ റെക്കോർഡ്സ് പഠിച്ചായിരുന്നു അല്ലേ കഴിഞ്ഞ ടോപ്പിക്കിൽ. അപ്പോൾ അറേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞ് വേഗം പറ. അതായത് ഇപ്പോൾ റെക്കോർഡ്സിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പം എന്നാന്ന് പറയാനുണ്ടായിരുന്നു. റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്, പക്ഷേ ഹെട്രോജീനസ് എലമെൻ്റ് ആണ് അല്ലേ. റിലേറ്റഡ് പക്ഷേ ഹെട്രോജീനസ് എലമെൻറ്റ്സ്. ഓക്കെ, പക്ഷേ അറേയുടെ കേസിൽ നോക്കിക്കേ എങ്ങനെ വരും അത്. അറേ മീൻസ് ഗ്രൂപ്പ്സ് ഓഫ് ഹോമോജീനസ് എലമെൻറ്റ്സ്. ഓക്കെ, or we can say it as a mapping from an index type to a component or element type. അതാണ് അറേസ്. ദെൻ ഇനി ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ അറേയുടെ കാര്യങ്ങൾ, അറേയുടെ സ്പെസിഫിക്കേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഫോർട്രാനിൽ എങ്ങനെയാണെന്ന് പറഞ്ഞേക്കുന്നത്. സോ ഫോർട്രാനിനകത്ത് നമുക്ക് ഇൻഡെക്സ് ടൈപ്പ് തന്നെ വേണം അല്ലേ. ലാംഗ്വേജസ് ലൈക്ക് ഫോർട്രാൻ റിക്വസ്റ്റ് ഇൻഡെക്സ് ടൈപ്പ് ബി ഇൻഡിജർ. അതായത് ഇൻഡെക്സ് ടൈപ്പ് ഇൻഡിജർ ആയിരിക്കണം നിർബന്ധമുണ്ട് ഫോർട്രാനിൽ. അടയിലും പാസ്കലിലാകുമ്പോൾ ഇൻഡെക്സ് ഡിസ്ക്രീറ്റ് ടൈപ്പ് ആവും. എന്ന് ഞാൻ പറഞ്ഞില്ല, ഓരോ ലാംഗ്വേജസ് ഇപ്പോൾ ഇനീഷ്യൽ ലാംഗ്വേജ് തൊട്ട് ഇപ്പോഴത്തെ മോഡേൺ ലാംഗ്വേജ് വരെ നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോൾ നമ്മൾ എല്ലാ സ്ട്രക്ചേഴ്സും പഠിച്ചപ്പോൾ അങ്ങനെയായിരുന്നു അല്ലേ, പാരഡിഗംസ് എല്ലാം നോക്കിയപ്പോൾ. സോ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, വി ആർ ഡീലിംഗ് വിത്ത് കോമ്പോസിറ്റ് ടൈപ്പ്. ഓക്കെ, മൊഡ്യൂൾ 2 ഡാറ്റ ടൈപ്സ്. അതിനകത്ത് കോമ്പോസിറ്റ് ടൈപ്സിൽ വരുന്നതാണ് റെക്കോർഡ്സും അറേസും ഒക്കെ. ദെൻ ഫോർട്രാനിൽ ഞാൻ പറഞ്ഞു ഇൻഡെക്സ് ടൈപ്പ് എപ്പോഴും ഇൻറ്റീജർ ആയിരിക്കണം. ദെൻ അടയിലും പാസ്കലിലും എങ്ങനെയായിരിക്കണം, ഡിസ്ക്രീറ്റ് ടൈപ്സും ആവാം. പിന്നെ ഫോർട്രാൻ 77-ൽ വേറൊരു റിക്വയർമെൻറ്റും കൂടി ഉണ്ട്. എലമെൻറ്റ് ടൈപ്സ് എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞേക്കണേ, സ്കെയിലാർ ആയിരിക്കണം, സ്കെയിലാർ. ദെൻ പക്ഷേ ജനറലി എല്ലാ ലാംഗ്വേജും എല്ലാ ടൈപ്പും എനി ടൈപ്പ് അങ്ങനെ ഒരു ഇതിലാണ് പോണത് ജനറലി. ഓക്കെ, 90% ലാംഗ്വേജും. ഞാനത് കുറച്ച് എക്സെപ്ഷൻ ഉള്ളതിൻ്റെ കാര്യമാണ്, 2-3 എണ്ണമാണ് ഇവിടെ പറഞ്ഞത്. സോ ഇനിയിപ്പോൾ AWK പേൾ പോലെയുള്ള ലാംഗ്വേജിനകത്ത് നോൺ ഡിസ്ക്രീറ്റ് ഇൻഡെക്സ് ടൈപ്സ് വരെ പോസിബിളാണ്, AWK ആൻഡ് പേൾ. പിന്നെ സിൻടാക്സ്. ഓക്കെ, അറേസ് എന്താണെന്ന് കണ്ടു. ദെൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസിൻ്റെ അറേയുടെ സ്പെസിഫിക്കേഷൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു നമ്മൾ. ദെൻ വാട്ട് ഇസ് എ സിൻടാക്സ്. ആക്ച്വലി ഇവിടെ സിൻടാക്സ് എഴുതിയേക്കുന്നത് നമ്മുടെ എലമെൻറ്റ് ആക്സസിങ്ങിൻ്റെ ആട്ടോ. അതായത് ഫോർട്രാനിലും അടയിലൊക്കെയാണ് A3. കൺസിഡർ ക്യാപിറ്റൽ A എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ അറേ. ഓക്കെ, A3 എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആ ഇൻഡെക്സ് വാല്യൂ 3 ഉള്ള എലമെൻറ്റ്, ഇൻഡെക്സ് വാല്യൂ 3-ലുള്ള എലമെൻറ്റ് ആക്സസ് ചെയ്യുക അല്ലേ. ഇനി പാസ്കലിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പാരന്തസിന് പകരം സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കും ഉപയോഗിക്കണം. യു നോ ഇറ്റ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്ങനെയാണ് അറേയുടെ എലമെൻറ്റ്സ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അറേയിൽ എങ്ങനെയായിരിക്കും എലമെൻറ്റ്സ് നമ്പർ ചെയ്തേക്കണം 0, 1, 2, 3 അല്ലേ. പിന്നെ ഡിക്ലറേഷൻസ്. ഓക്കെ, സിയിൽ നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത്? ക്യാർ അപ്പർ ഓഫ് 26. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അപ്പർ ഈസ് ആൻ അറേ വിച്ച് ഈസ് എ ക്യാരക്ടർ അറേ ആൻഡ് മാക്സിമം ബൗണ്ട് ഓർ സൈസ് ഈസ് 26. ഓക്കെ, ഫോർട്രാനിൽ സെയിം തിങ് എഴുതിയേക്കണം കേട്ടോ. ക്യാരക്ടർ കോമ ഡയമെൻഷൻ 1:26. Then ഒരു scope resolution operator upper, or you can write it as character of 26 upper. ഈ ഫോർട്രാൻ്റെ കേസിൽ ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അതായത് ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ ഡിഫറെൻ്റ് ആണ് സിൻടാക്സ്. ഓക്കെ, ഡിക്ലറേഷൻ സിൻടാക്സ്. പാസ്കലിൽ വരുമ്പം അപ്പർ എന്ന് പറഞ്ഞ അറേയാണ്. അപ്പർ എന്ന് പറഞ്ഞ അറേ ഈസ് ക്യാരക്ടർ അറേ. ആ അറയ്ക്കകത്ത് എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും? സ്മോൾ ലെറ്റർ A തൊട്ട് Z വരെ കാണും. ദെൻ ഇറ്റ് ഈസ് അസൈൻ ടു എ വേരിയബിൾ അപ്പർ. അങ്ങനെയാണ് ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്നത്. ദെൻ അടയിലാണെങ്കിലോ കണ്ടോ, ഓരോ ലാംഗ്വേജിന് സിൻടാക്സ് വൈസും ഡിഫറൻസ് ഉണ്ട്. ദെൻ വി നോ അബൌട്ട് മൾട്ടി ഡയമെൻഷണൽ അറേസ്. ഇനി അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? സിയിലാണെങ്കിൽ എങ്ങനെയാണ്? ഡബിൾ MAT എന്ന് പറഞ്ഞ അറേ ആയിരിക്കും. ഡബിൾ ഈസ് അതിൻ്റെ ടൈപ്പ് അല്ലേ. 10 ദാറ്റ്സ് ഡയമെൻഷൻ, 2 ഡയമെൻഷണൽ. ഓക്കെ, ദെൻ അടയിൽ സെയിം തിങ് എഴുതിയേക്കണതിൻ്റെ വ്യത്യാസം കണ്ടു. അതുപോലെ ഫോർട്രാനിലും മോഡുല 3-ലും. സോ 2-3 സിൻടാക്സ് കമ്പയർ ചെയ്ത് പഠിച്ചു വെക്കുക. സിയിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ഐ തിങ്ക് അല്ലേ. ഇനി ഓക്കെ, അപ്പം അറേസ് ഉണ്ട്. ദെൻ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഹോമോജീനസ് എലമെൻറ്റ്സ്. ദെൻ സിൻടാക്സ്, ദെൻ ഡിക്ലറേഷൻസ്, മൾട്ടി ഡയമെൻഷണൽ അറേസ്. ദെൻ വി ആർ മൂവിങ് ടു സ്ലൈസസ്. വാട്ട് ഇസ് എ സ്ലൈസ്? സ്ലൈസ് എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ പോർഷനാണ് അറേയുടെ. സ്ലൈസിങ് ചില ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യും. അറേയുടെ ചെറിയ സ്ലൈസസ് ഓർ നിങ്ങളുടെ ഇതിൽ പറഞ്ഞ അറേയുടെ സബ് ടൈപ്സ് ഓർ സബ് റേഞ്ചസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഒരു സബ് ടൈപ്പിനെയാണ്, സബ് റേഞ്ചിനെയാണ് സ്ലൈസ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ പോർഷൻ ഫ്രം അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അറേയുടെ ഒരു കുഞ്ഞു പോർഷൻ. ഓക്കെ, ഇങ്ങനെ ഈ സ്ലൈസിങ് സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് ഫോർട്രാൻ 90, പേൾ, പൈതൺ, റൂബി ആൻഡ് ആർ. ഓക്കെ,
ദാ ഇൻ എക്സാമ്പിൾ ഈ സ്ലൈസിങ്ങിന് എക്സാമ്പിൾ ഫോർട്രാൻ 90 കൊടുത്തേക്കണം നോക്കിയാൽ ഫസ്റ്റ് ഫിഗറിൽ മാട്രിക്സ് 3:6, 4:7 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ മാട്രിക്സ് ഓഫ് എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ലൈസിങ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ സിൻറ്റാക്സ് ആണ് 3:6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് കൊടുത്തേക്കുന്ന കോളം വാല്യൂസ് ആയിരിക്കും. അതായത് 3 കോളം തൊട്ട് 6th കോളം വരെ. അപ്പോൾ 0, 1, 2 അല്ലേ, 3rd കോളം നോക്കി 3rd കോളം തൊട്ട് 6th കോളം വരെ. ദെൻ റോസ് 4:7 കൊടുത്തേക്കുന്ന റോസ് ആണ് 4th റോ തൊട്ട് 7th റോ വരെ. അതിൻ്റെ ഒരു ഇൻ്റർസെക്ഷൻ ആണ് ആ ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊരു മൾട്ടി ഡയമെൻഷണൽ അറേയാണ്. നമ്മൾ അതിൻ്റെ ഒരു സ്ലൈസ് എക്സ്ട്രാക്ട് ചെയ്തു. ഇറ്റ് ഈസ് എ സിൻടാക്സ് ഫോർ ഫോർട്രാൻ 90. നെക്സ്റ്റ് നോക്കിയ മെട്രിക്സ് 6,5. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 6 എന്ന് പറഞ്ഞാൽ 6th കോളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 6th കോളം, പക്ഷേ ആ 6th കോളം തുടങ്ങി എവിടം വരെയാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 6th കഴിഞ്ഞിട്ട് എല്ലാ കോളംസും എടുത്തു. പിന്നെ പറഞ്ഞേക്കുന്നത് 5th റോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ പോർഷനാണ്. അതുപോലെ താഴെ അപ്പോൾ ആദ്യത്തെ സെക്ഷൻ കോളം, സെക്കൻഡ് പോർഷൻ 4 റോസ്. അത് അത്രയും ഓർക്കുക. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സ്ലൈസിങ്. ദെൻ ഇനി എന്തൊക്കെയാണ് അറേ ഓപ്പറേഷൻസ്? അറേ ഓപ്പറേഷൻസ് മീൻസ് എല്ലാ ലാംഗ്വേജിനും കൂടുതലായിട്ട് അറേ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്ഷൻ ഓഫ് ആൻ എലമെൻറ്റും അസൈൻമെൻറ്റും. ഞാടാ ഫോർട്രാൻ പോലെയുള്ള ലാംഗ്വേജിൽ അറേ നമുക്ക് ഈക്വാലിറ്റിക്ക് വേണ്ടി അതായത് കമ്പയർ ചെയ്യാം, 2 അറേസ് കമ്പയർ ചെയ്യാം. ഓക്കെ, ദെൻ അറേ തന്നെ നമുക്ക് ലെക്സിക്കോഗ്രാഫിക് ഓർഡറിങ് സജസ്റ്റ് ചെയ്യാം. അതായത് ഈ അറേയിൽ പെർഫോം ചെയ്യാവുന്ന ഓപ്പറേഷൻസ് നിങ്ങൾക്ക് അറിയാവുന്നതും ജനറലി നമ്മൾ കാണുന്നതും സെലക്ഷൻ ഓഫ് എലമെൻറ്റ് ആൻഡ് അസൈൻമെൻറ്റ്. ദെൻ ഫോർട്രാൻ 90ലും അടയിലും അറേ കമ്പാരിസൺ ഉണ്ട്. ഇനി അടയിൽ എന്താ ഉള്ളത്? ലെക്സിക്കോഗ്രാഫിക് ഓർഡറിങ് ഉണ്ട്. ഫോർട്രാനിൽ പിന്നെയുണ്ട് നമുക്ക് ഫുൾ ഒരു അറേ തന്നെ ആർഗ്യുമെൻ്റ് ആയിട്ട് എടുത്ത് നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. ഫോർ എക്സാമ്പിൾ A+B, A അറേ ആയിരിക്കും, B അറേ ആയിരിക്കും. ദെൻ റിസൾട്ട് വിൽ ബി വാട്ട്? ദ റിസൾട്ട് വിൽ ബി ദ അഡീഷൻ. അതായത് എയും ബിയും കിട്ടുന്ന ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഇതായിരിക്കും പുതിയ അറേ. ഓക്കെ, അതുപോലെ tan A. സോ ഇതാണ് സജസ്റ്റഡ് അറേ ഓപ്പറേഷൻസ്. ഓക്കെ, സെലക്ഷൻ, ദെൻ കമ്പാരിസൺ, ദെൻ ലെക്സിക്കോഗ്രാഫിക് ഓർഡറിങ്, ദെൻ അറേ ഓപ്പറേഷൻസ്, ബിൽറ്റ് ഇൻ ഓപ്പറേഷൻസ് ഫോർ ഫോർട്രാൻ. അതിൻ്റെ 2-3 എക്സാമ്പിൾസ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഡയമെൻഷൻ, ബൗണ്ട് ആൻഡ് അലോക്കേഷൻ, ഓർ ഹൗ array is allocated in memory. Then first term ഏതാണെന്ന് വെച്ചാൽ shape of array. What is shape of array? The tuple of integers giving the size of array along each dimension. Okay, it is a tuple of integers giving the size of array along each. ഓരോ ഡയമെൻഷനിലും അറേയുടെ സൈസ് പറയുന്ന ഇൻറ്റിജേഴ്സ്, അതാണ് അറേയുടെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓർ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ഷേപ്പ് ഓഫ് ദ അറേ. Then second term is rank. Rank means number of dimension. For a multi-dimensional array or a 2-dimensional array, the rank എത്രയായിരിക്കും? 2. 3-dimensional ആണെങ്കിൽ റാങ്ക് എത്രയായിരിക്കും? 3. ഓക്കെ, ഇതാണ് നമ്പർ ഓഫ്. ഇനി 1 ഡയമെൻഷൻ ആണെങ്കിൽ റാങ്ക് എത്രയായിരിക്കും? 1. ദെൻ ഇങ്ങനെയാണ് നമ്മൾ അറേസ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾ ഓൾറെഡി കണ്ടു 3 ഓപ്ഷൻസ് ആണ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാനുള്ളത് അല്ലേ? സ്റ്റാറ്റിക് അലോക്കേഷൻ, സ്റ്റാക്ക് അലോക്കേഷൻ, ഹീപ്പ് അലോക്കേഷൻ. ഓക്കെ, വാട്ട് ഈസ് സ്റ്റാറ്റിക് അലോക്കേഷനകത്ത് എന്ത് ചെയ്യും? ഇപ്പോൾ അറേ എങ്ങനത്തെ അറേ, അതായത് സ്റ്റാറ്റിക് അറേസ് അല്ലെങ്കിൽ അറേസ് ഹൂസ് ലൈഫ് ടൈം ഈസ് ഇൻ ദ എൻ്റയർ പ്രോഗ്രാം, അങ്ങനെയുള്ള അറേസ് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്യുള്ളൂ. സ്റ്റാക്ക് അലോക്കേഷനകത്ത് എന്ത് കാര്യമാണ് വരുന്നത്? അതായത് ഒരു ലോക്കൽ അറേ, ഒരു സബ് റൂട്ടീനിൽ ലോക്കലായിട്ട് വരുന്ന അറേ. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ സ്റ്റാക്ക് അലോക്കേഷൻ. അതായത് നമുക്കറിയാം സ്റ്റാക്ക് അലോക്കേഷൻ ഏത് കേസിലാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന്. സോ അതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അറേ. ഓർ എ ലോക്കൽ അറേ ഹൂസ് ഷേപ്പ് ഈസ് നോൺ ഓൺലി അറ്റ് ഇലാബറേഷൻ ഓർ റൺ ടൈം ഓർ എക്സിക്യൂഷൻ ടൈം മേ ബി അലോക്കേറ്റഡ് ഇൻ ദ സ്റ്റാക്ക്. നെക്സ്റ്റ് വൺ ഈസ് ഹീപ്പ് അലോക്കേഷൻ. ഹീപ്പ് അലോക്കേഷൻ ഏത് കേസിലായിരിക്കും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്? പറഞ്ഞേ. സോ ഫോർ ഡൈനാമിക്കലി അലോക്കേറ്റഡ് അറേസ് അല്ലേ? ഡൈനാമിക്കലി, അതായത് ഒരു അറേയുടെ സൈസ് കോൺസ്റ്റൻ്റ്ലി വേരി ചെയ്യുന്നു, അതുപോലത്തെയുള്ള അറേസ് നമ്മൾ ഹീപ്പ് പൊസിഷൻ ഓർ ഹീപ്പ് അലോക്കേഷൻ ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. സോ 3 അലോക്കേഷൻസ് ഉണ്ട്: സ്റ്റാറ്റിക് അലോക്കേഷൻ, സ്റ്റാക്ക് അലോക്കേഷൻ ആൻഡ് ഹീപ്പ് അലോക്കേഷൻ. ദെൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറേയുടെ ഷേപ്പ് അറിയാൻ പറ്റാതെ വരിക, അതായത് കമ്പൈൽ ടൈമിൽ പോലും അറേയുടെ ഷേപ്പ് കറക്റ്റായിട്ട് അതിൻ്റെ ബൗണ്ട്സ് എന്താണെന്ന് അറിയാൻ പറ്റാണ്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും പ്രോസസ്സിങ്. സോ കമ്പൈലറിന് ഓൾറെഡി സ്പേസ് അലോക്കേറ്റ് ചെയ്ത് വെക്കണം, കാരണം അല്ലെങ്കിൽ റൺ ടൈമിന് ഇഷ്യൂ വരും, റൺ ടൈം ഓവർ ഹെഡ് കൂടും. അപ്പോൾ കമ്പൈലറിനെ സംബന്ധിച്ച് ഒരു ഇൻഫോർമേഷനും അറിയെ പറ്റി കിട്ടിയില്ലെങ്കിൽ ഒന്നും അതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല കറക്റ്റായിട്ട്. സോ അങ്ങനെയൊരു പ്രശ്നം വരാം. ഓക്കെ, ആ കേസിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനൊരു സൊല്യൂഷനാണ് ഡോപ്പ് വെക്റ്റേഴ്സ്. യൂഷ്വലി കമ്പൈലേഴ്സ് എന്തെങ്കിലും ഇതുപോലെ എക്സിക്യൂഷൻ ആവശ്യമായ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്ന സിമ്പിൾ ടേബിളിൽ നിന്നാണ്. യു നോ വാട്ട് ഈസ് എ സിമ്പിൾ ടേബിൾ. ഓക്കെ, കമ്പൈലറും സിമ്പിൾ ടേബിളുള്ള ബന്ധം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ദെൻ സിമ്പിൾ ടേബിളിൽ നോക്കി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. അതായത് അറേയുടെ ഡയമെൻഷൻസോ ബൗണ്ട്സോ ഒന്നും അറിയാൻ പറ്റുന്നില്ല അതിനകത്ത് നോക്കിയിട്ട്. ദെൻ എന്ത് ചെയ്യും? അതിനൊരു പോസിബിൾ ഓപ്ഷനാണ് ഡോപ്പ് വെക്റ്റേഴ്സ്. ദ ടേം ഡോപ്പ് വെക്റ്റേഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡോപ്പ് വെക്റ്റേഴ്സ്, അതായത് ഇഫ് അറേ ഡയമെൻഷൻസ് ആർ നോട്ട് സ്റ്റാറ്റിക്കലി നോൺ, കമ്പൈലർ മസ്റ്റ് ലുക്ക് അപ്പ് ഇൻ ഡോപ്പ് വെക്റ്റർ അറ്റ് റൺ ടൈം.
ഓക്കെ, ഡോട്ട് വെക്റ്റർ കണ്ടെയ്ൻസ് ദ ലോവർ ബൗണ്ട് ആൻഡ് സൈസ് ഓഫ് ഈച്ച് ഡയമെൻഷൻ. ഇനി ഡൈനാമിക് ചെക്ക് ഫോളോ ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ചില കേസിൽ അപ്പർ ബൗണ്ട് കാണും. അപ്പോൾ ഡോട്ട് വെക്റ്ററിലുള്ള വാല്യൂസ്, ഡോട്ട് വെക്റ്ററിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, ഒരു സ്റ്റാറ്റിക് അല്ലാത്ത അറേ, ഓക്കെ, നോൺ സ്റ്റാറ്റിക് അറേയിൽ ആവശ്യമായ ഇൻഫർമേഷൻ, അതിൻ്റെ എക്സിക്യൂഷൻ ആവശ്യമായ ഇൻഫർമേഷൻ ഒരു പരിധി വരെയുള്ളൊരു സ്ഥലമാണ് ഡോട്ട് വെക്റ്റേഴ്സ്. Okay, then dot vectors include what? The rank or number of dimensions of array, the base address of array, the type of elements stored in the array, the stride of the array. എത്രമാത്രം കോൺസിക്യൂട്ടീവ് ആണ് അറേയുടെ എലമെൻറ്റ്സ്, അതാണ് സ്ട്രൈഡ് ഓഫ് ദ അറേ. മെമ്മറിയിൽ എത്രമാത്രം കോൺസിക്യൂട്ടീവ് ആയിട്ടാണ് മീൻസ് അറേയുടെ എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തേക്കണേ. ദെൻ എക്സ്റ്റെൻഡ് ഓഫ് ദ അറേ, ഇത്രയും ഇൻഫോർമേഷൻ ഉള്ള സാധനമാണ് ഇത് ഡോട്ട് വെക്റ്റർ. സോ ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിമ്പിൾ ടേബിളിൽ നോക്കി കമ്പൈലറിന് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നില്ല അറേ ബേസ്ഡ് ഓപ്പറേഷൻ, ദെൻ it must look into dot vector. Then dot vector is an important topic. Then importance of dot vector, അതാണ് ഈ സ്ലൈഡ്. അതായത് എക്സ്ട്രാ മെമ്മറി ചിലപ്പം കമ്പൈലർ മീൻസ് അലോക്കേറ്റ് ചെയ്തു പോവും, അങ്ങനെ വേസ്റ്റേജ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോട്ട് വെക്റ്റർ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരത്തില്ല. ദെൻ വിത്തൗട്ട് ഡോട്ട് വെക്റ്റേഴ്സ് വിത്തൗട്ട് ഡോട്ട് വെക്റ്റേഴ്സ് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡോട്ട് വെക്റ്റേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇത്ര എലമെൻറ്റ്സ് അറേ കാണുമെന്ന് പറയാനും ബുദ്ധിമുട്ടാവും. സോ ഇതാണ് അഡ്വാൻറ്റേജസ് ഓർ ദ മെയിൻ ബെനിഫിറ്റ്സ് ഓഫ് ഡോട്ട് വെക്റ്റേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാക്ക് അലോക്കേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് സ്റ്റാറ്റിക് അലോക്കേഷൻ പറഞ്ഞു. സ്റ്റാറ്റിക് അലോക്കേഷൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഇതുപോലെ വേരിയിങ് സൈസുള്ള അറേസ് അല്ലെങ്കിൽ എലാബറേഷൻ ടൈം മാത്രം ഇൻഫോർമേഷൻ കിട്ടുന്ന അറേസിൻ്റെ കേസിൽ മീൻസ് പ്രോസസ്സിങ് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അതിനൊരു സൊല്യൂഷൻ പോലെയാണ് ഡോട്ട് വെക്റ്റേഴ്സ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് സ്റ്റാക്ക് അലോക്കേഷൻ. വാട്ട് ഈസ് സ്റ്റാക്ക് അലോക്കേഷൻ? സ്റ്റാക്ക് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, a local array whose dimensions are known only at elaboration time, or we can say we are passing array as a parameter of a subroutine. അങ്ങനെയുള്ള അറേസിന് അല്ലെങ്കിൽ ഒരു അറേനെ നമ്മൾ ഒരു സബ്റൂട്ടീൻ്റെ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള അറേസ് നമുക്ക് കൺഫോർമൻറ്റ് അറേസ് എന്ന് വിളിക്കാം. സോ കൺഫോർമൻറ്റ് അറേസ് ഈസ് ഡീലിംഗ് വിത്ത് ഓർ വി ആർ ഡീലിംഗ് സ്റ്റാക്ക് അലോക്കേഷൻ ഫോർ കൺഫോർമൻറ്റ് അറേസ്. ടേം ഓർത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഈ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഇതിനകത്ത് രണ്ട് അറേ ഉണ്ട്, എയും ബിയും. ഓക്കെ, ആക്ച്വലി എ ബി എന്ന് പറയുന്നത് അറേസ് ആണ്. അതിനകത്ത് നോക്കി അറിയാം, റിയൽ അറേസ് ആണ്, റിയൽ മെമ്പേഴ്സ് ആയിരിക്കും അതിനകത്ത് കാണുന്നത്. ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ടാണ് പോകുന്നത്. ഈ അറേസിനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള അറേസിനെയാണ് കൺഫോർമൻറ്റ് അറേസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ കേസിൽ നോക്കിക്കേ, റൺ ടൈമിൽ മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ ലോവർ ബൗണ്ട് എന്താണ് അപ്പർ ബൗണ്ട് എന്താണെന്ന്. ഓക്കെ, ആക്ച്വലി ഇതിൻ്റെ ഒരു അലോക്കേഷൻ സ്റ്റാക്ക് ബേസ്ഡ് ആണ്. അപ്പോൾ ഈ ഓരോ പ്രാവശ്യം സബ് റൂട്ടീൻ കോൾ ചെയ്യുമ്പോഴും അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, സ്റ്റാക്ക് ഫ്രെയിമിലുണ്ടാവും. ഓരോ സബ് റൂട്ടിനും ഓരോ ഫ്രെയിം കാണും. സബ് റൂട്ടിന് റിട്ടേൺ ചെയ്യുമ്പോൾ ഫ്രെയിമിൽ നിന്ന് റിട്ടേൺ ആവും. എല്ലാ ഡീറ്റെയിൽസും അറിയാം. പക്ഷേ ഇങ്ങനെയൊരു കേസ് വന്നിട്ട് സ്പെഷ്യൽ കേസാണ്. സോ ഈ കേസിൽ സ്റ്റാക്ക് ഫ്രെയിമിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ദറ്റ് ഇസ് എ ഫിക്സഡ് സൈസ് പാർട്ട് ആൻഡ് എ വേരിയബിൾ സൈസ് പാർട്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു കറസ്പോണ്ടിങ് അറേനെ പറ്റി അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സബ് റൂട്ടിനെ പറ്റി ഫിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിക്കലി അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഫിക്സഡ് സൈസ് പാർട്ടിലോട്ടും. അല്ലാത്ത കേസസ് which is only known at elaboration time, ആ കേസ് എങ്ങോട്ട് പോകും, വേരിയബിൾ സൈസ് പാർട്ടിലോട്ട് പോകും. ബട്ട് എ പോയിൻ്റർ ആൻഡ് ദർ ഇസ് എ ഡോട്ട് വെക്റ്റർ ഗോയിങ് ടു ദ ഫിക്സഡ് സൈസ് പാർട്ട്. ഓക്കെ, അതായത് ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കണ്ടോ, ആക്ച്വലി മീൻ ഈസ് എ ഫംഗ്ഷൻ, എം ഈസ് എ അറേ, ആൻഡ് ഇഫ് വി ആർ കോളിംഗ് ഫൂ ഇസ് എ സബ് റൂട്ടീൻ, റൈറ്റ്? ഇൻസൈഡ് ദാറ്റ് ദർ ഇസ് എൻ എം. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് എമ്മിൻ്റെ സൈസ് ഈസ് അൺനോൺ ആൻഡ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ ഫൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായാലും എന്ത് കാണും, ഒരു സ്റ്റാക്ക് ഫ്രെയിം കാണും. അപ്പോൾ സ്റ്റാക്ക് ഫ്രെയിമിന് നമ്മൾ രണ്ടായിട്ട് തിരിച്ചു വെച്ചേക്കാണ്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുക, ഫിഗറിൻ്റെ വലതുവശത്ത് ഇറ്റ് ഇസ് എ വേരിയബിൾ സൈസ് പാർട്ട് ആൻഡ് എ ഫിക്സഡ് സൈസ് പാർട്ട്. വേരിയബിൾ സൈസ് പാർട്ടിൽ എന്തേ ഉള്ളൂ, എം എ ഉള്ളൂ. എം മീൻസ് വാട്ട്, ദാറ്റ് അറേയുടെ നെയിം ആൻഡ് ഡോട്ട് വെക്റ്റർ, ആ കറസ്പോണ്ടിങ് എമ്മിനോട്ടുള്ള പോയിൻ്റർ, ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻ, അങ്ങനെയുള്ള കോൺസ്റ്റൻറ്റ് ഓർ ഫിക്സഡ് സൈസ് ഇൻഫർമേഷൻ എവിടെ ഇരിക്കും, ഫിക്സഡ് സൈസ് പാർട്ടിൽ. സോ ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. ഇങ്ങനെയാണ് അലോക്കേഷൻ വരുന്നത്. എപ്പോഴാണോ ഇലാബറേഷൻ ടൈമിൽ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് വരുമ്പോൾ ഈ ഫ്രെയിം കംപ്ലീറ്റ് ചെയ്യും, ഓർ ഇസ് സ്റ്റോറേജ് വിൽ ബി കംപ്ലീറ്റഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസ് ഈസ് ഹീപ്പ് അലോക്കേഷൻ. ഞാൻ പറഞ്ഞു അറേസ് ഹൂസ് ചേഞ്ച് സൈസ് ആർബിട്രറി ടൈംസിൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന സൈസുള്ള അറേസിനെ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഡൈനാമിക്കലി റീസൈസിബിൾ അറേസ് ആർ ഫൗണ്ട് ഇൻ APL ലിസ്റ്റ് എക്സെട്ര. ഓക്കെ, എക്സാമ്പിൾസ് നോക്കുക. ദെൻ ഓക്കെ, ആ പോർഷൻ കഴിഞ്ഞു. ദാറ്റ് ഇസ് അലോക്കേഷൻ പോർഷൻ വാസ് ഓവർ. ദെൻ നെക്സ്റ്റ് ഈസ് മെമ്മറി ലേഔട്ട് ഫോർ അറേസ്. ആക്ച്വലി മൾട്ടി ഡയമെൻഷണൽ അറേസിന് നമുക്ക് രണ്ട് രീതിയിൽ അലോക്കേറ്റ് ചെയ്യാം, റോ മേജർ ഓർഡർ ആൻഡ് കോളം മേജർ ഓർഡർ. റോ മേജർ ഓർഡർ മീൻസ് ഫസ്റ്റ് ഫിഗർ. ഓക്കെ, കോളം മേജർ ഓർഡർ മീൻസ് സെക്കൻഡ് ഫിഗർ. വിച്ച് വൺ ഈസ് ബെറ്റർ? ഇതാണ് കമ്പാരിസൺ. ഫോർട്രാൻ എപ്പോഴും കോളം മേജർ ഓർഡറാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും നല്ലത് റോ മേജർ ഓർഡറാണ്, ബിക്കോസ് ഇറ്റ് മേക്സ് ഇറ്റ് ഈസി ടു ഡിഫൈൻ എ മൾട്ടി ഡയമെൻഷണൽ അറേസ്
as an array of subarrays. Considering the size and formation of array, these raw major order is better. അതിനൊക്കെ പക്ഷേ ഈ രണ്ട് ഓപ്ഷനേക്കാളും ബെറ്റർ ഒരു ഓപ്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് റോ പോയിൻ്റർ ലേ ഔട്ട് ഫോർ അറേസ്. ദാറ്റ് ഈസ് ഇൻ ദിസ് കേസ് array elements can be lie anywhere in memory. ഈ രണ്ട് കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മെമ്മറി ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു കണ്ടിന്യൂസ് ആയിട്ടാണ് array elements എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ, ഐദർ റോ വൈസ് അല്ലെങ്കിൽ കോളം വൈസ്. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല, റോ പോയിൻ്റർ വൈസിൽ. നിങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ച് മെമ്മറി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇപ്പം കണ്ടിന്യൂസ് ഒരു അഡ്രസ്സിൽ നിന്ന് തുടങ്ങി അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് സ്പേസ്, അതായത് 10 എലമെൻറ്റ്സ് ഉണ്ട്, 10 എലമെൻറ്റ് വെക്കാനുള്ള സ്പേസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെന്നില്ല മെമ്മറിയിൽ. അത് റയർ കേസാണ്. ഇനി മിക്കവാറും മെമ്മറിയുടെ ഒരു അവസ്ഥ വെച്ച് പല ഫ്രീ സ്പേസസ് സ്കാറ്റേഡ് ആയിരിക്കും. സോ ആ കേസിലൊക്കെ കുറച്ചുകൂടെ സ്റ്റോറേജ് ആൻഡ് സ്പേസിങ് എഫിഷ്യൻ്റ് ആക്കാൻ ഇങ്ങനെയൊരു ഇതാണ് ഒരു ടെക്നിക്കാണ് നല്ല റോ പോയിൻ്റർ ലേ ഔട്ട്. അതായത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇറ്റ് അലൗ എലമെൻറ്റ്സ് ടു ലൈ എനിവെയർ ഇൻ മെമ്മറി ആൻഡ് ഹൗ, ഇനി എങ്ങനെ ആ എലമെൻറ്റ് എവിടെയെങ്കിലും കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ആക്സസ് ചെയ്യാം, ബൈ ക്രിയേറ്റിംഗ് ആൻ ഓക്സിലറി അറേ ഓഫ് പോയിൻറ്റേഴ്സ് ടു ദ റോസ്. ഓൾസോ സ്പേസ് എങ്ങനെയായിരിക്കും, മോർ സ്പേസ് ആണ്, പക്ഷെ അഡ്വാൻറ്റേജ് കൂടുതലാണ്. കണ്ടോ പൊട്ടൻഷ്യൽ അഡ്വാൻറ്റേജ് നോക്കിക്കേ. മെയിൻ അഡ്വാൻറ്റേജ് എന്നാണ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും, ഓരോ റോയ്ക്കും ഡിഫറെൻറ്റ് ലെങ്ത്ത് വരാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു അറേ എന്ന് പറയുന്നത് എവിടെ സ്കാറ്റർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് അതിനൊരു എക്സാമ്പിൾ. ഫസ്റ്റ് വൺ നോർമൽ ഓർഗനൈസേഷൻ, ഐ തിങ്ക് ഇത് അതായത് റോ വൈസ്, റോ മേജർ. സെക്കൻഡ് വൺ ഈസ് ദിസ് വൺ, റോ പോയിൻ്റർ ലേ ഔട്ട്. നോക്കിക്കേ, ഡേയ്സ് എന്ന് പറയുന്ന മൾട്ടി ഡയമെൻഷണൽ അറേ ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ആൻഡ് വി ആർ അറേഞ്ചിങ് ഇറ്റ് ഈസ് ഇൻ റോ വൈസ് ഓർഡർ. നോക്കി, സൺഡേ കഴിഞ്ഞ് ഒരു റോ അവിടെ കംപ്ലീറ്റ് ചെയ്തു, ദെൻ മൺഡേ അവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല, അത് നെക്സ്റ്റ് റോ എടുത്തു, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അങ്ങനെ. ഇപ്പോൾ ഈ കേസിൽ ഡേയ്സ് ഓഫ് 2 3 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് 0 1 2, അതായത് സെക്കൻഡ് റോ തേർഡ് കോളത്തിൽ എസ് ആണ്, അപ്പോൾ കറക്റ്റാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് കേസ് നോക്കുക, അതും ഈ പറഞ്ഞോണ്ട് എന്താണ് ഡേയ്സിൻ്റെ അറിയണം, പക്ഷേ റോ പോയിൻ്റർ വൈസ് ആണ് ഓർഗനൈസ് ചെയ്തത്. സൺഡേ കഴിഞ്ഞു ഒരു ചെറിയ സ്പേസ് ഇട്ട് ദെൻ മൺഡേ തുടങ്ങുന്നു, ദെൻ ട്യൂസ്ഡേ. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, അതിനകത്ത് പലയിടത്ത് എലമെൻറ്റ്സ് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയാണ്. ഇനി ഏത് എലമെൻറ്റ് എവിടെയാണ് തുടങ്ങുന്നത്, അത് എങ്ങനെ ആക്സസ് ചെയ്യുന്നു അറിയാൻ വി ആർ അഡീഷണലി മെയിൻറ്റെയിനിങ് ആൻ അറേ ഓഫ് ഓക്സിലറി പോയിൻറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ആ പോയിൻ്റർ ബേസ്ഡ് അറേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും സൺഡേ, അതായത് ഫസ്റ്റ് എലമെൻറ്റ് എവിടെയാണ് തുടങ്ങണേ, സെക്കൻഡ് എലമെൻറ്റ് എവിടെയാണ് തുടങ്ങണേ. അപ്പോൾ ഡേയ്സ് ഓഫ് 2 3 എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്ററിൽ 0 1 2 നോക്കുക, എന്നിട്ട് കറസ്പോണ്ടിങ് തേർഡ് പൊസിഷൻ നോക്കുക, അതിനകത്ത് എന്താണ് ഇറ്റ് ഈസ് ഇൻ. ഓക്കെ, ട്യൂസ്ഡേ. ഓക്കെ, ട്യൂസ്ഡേയിൽ എത്രയാണ് അപ്പം 0 1 2. ഓക്കെ, ദെൻ അത് ട്യൂസ്ഡേയിലോട്ട് പോയിൻ്റ് ചെയ്യുന്നു. ട്യൂസ്ഡേയിൽ 1 2 3 0 1 2 3 അതിനകത്ത് എന്താ കിടക്കുന്നത് എസ്. ഓക്കെ, ഇതാണ് റോ പോയിൻ്റർ ആൻഡ് നോർമൽ ഓർഗനൈസേഷൻ. സോ കമ്പയർ ചെയ്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ദിസ് പോർഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ അഡ്രസ് കാൽക്കുലേഷൻ. ദെൻ അറേയിൽ വരുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അഡ്രസ് കാൽക്കുലേഷൻ. സോ ഇത്രയും ഓർക്കുക, അതിന് ഈ ഒരു ഫസ്റ്റ് സ്ലൈഡ് കണ്ടി ഫോർമുലാസ് കണ്ടിന്യൂസ് പഠിക്കണം. നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യുക, വി ഹാവ് എൻ അറേ എ, ഇറ്റ് ഈസ് ഓഫ് 3 ഡയമെൻഷണൽ. ഓക്കെ, L1 തൊട്ട് U1 വരെ അതിൻ്റെ ഒരു പ്ലെയിനിലെ അപ്പർ ബൗണ്ട് ആൻഡ് ലോവർ ബൗണ്ട്, നെക്സ്റ്റ് പ്ലെയിനിലെ, അതായത് 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 3 പ്ലെയിൻ കാണുമല്ലോ, 3 പ്ലെയിൻ PLANE. സോ അടുത്ത പ്ലെയിനിലെ ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ L2 തൊട്ട് U2 വരെ, അതായത് L2 ലോവർ ബൗണ്ട് U2 അപ്പർ ബൗണ്ടും, നെക്സ്റ്റ് L3 ലോവർ ബൗണ്ട് U3 അപ്പർ ബൗണ്ട്. ഇനി ഈ 3 ഡയമെൻഷനുണ്ട്, ബിക്കോസ് കാണുമ്പോൾ അറിയാം 3 ഡയമെൻഷൻ. ആ 3 ഡയമെൻഷൻസ് നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യും. ഫസ്റ്റ് വൺ ഈസ് S3, സൈസ് ഓഫ് എലമെൻറ്റ് ടൈപ്പ്. അതായത് ഇതൊരു ഇൻറ്റിജർ അറേ ആണെങ്കിൽ അതിൻ്റെ ഡിഫോൾട്ട് സൈസ് എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, മറ്റേ ക്യാർ ആണെങ്കിൽ 1, ഐ തിങ്ക് റിയൽ ആണെങ്കിൽ 8, അതുപോലെ. ദെൻ S2 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, U3 മൈനസ് L3. U3 നിങ്ങൾക്ക് അറിയാതെ കിടക്കുന്നു, തേർഡ് ഡയമെൻഷൻ്റെ അപ്പർ ബൗണ്ട് ആൻഡ് ലോവർ ബൗണ്ട് U3 മൈനസ് L3 പ്ലസ് 1 ഇൻറ്റു S3. അപ്പോൾ S3 നമുക്ക് ആദ്യം കിട്ടുമല്ലോ, അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ആ ഒരു അറേ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും S3 എന്നത്. പിന്നെ നെക്സ്റ്റ് വൺ S1 കണ്ടുപിടിക്കുക. അപ്പോൾ അതായത് 3 പ്ലെയിനും 3 കോൺസ്റ്റൻറ്റ്, S1 U2 മൈനസ് L2 പ്ലസ് 1 ഇൻറ്റു S2, വേർ S2 എന്ന് പറഞ്ഞാൽ എന്താണ്, സൈസ് ഓഫ് എ റോ ആൻഡ് S3 ഈസ് ദ നമ്പർ ഓഫ് സൈസ് ഓഫ് എ റോ is the size of a row is just the size of individual element S3 into number of elements in a row. Okay, then S1 എന്ന് പറഞ്ഞാൽ size of a plane. അപ്പോൾ S1 size of a plane, then S2 size of a row, S3 is the size of individual element. അതാണ് 3 ഡയമെൻഷൻസ് ഓർ 3 കോൺസ്റ്റൻസിന് 3
constants corresponding to 3 dimensions. So S1, S2, S3. So consider an array. Then S1, S2, S3 എന്താണ്? S3 is the individual element size. S2 is the size of the row. Then S1 is the size of the plane. Then ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ we can calculate the address. അതായത് ദേ മോളി പറഞ്ഞ 3 dimensional arrayയിലെ ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ റെപ്രസെൻ്റ് ചെയ്യണേ, A of I, A, J. ഓക്കെ, അതിൻ്റെ അഡ്രസ്സ് എങ്ങനെ ആക്സസ് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് എ. അതായത് ഈ അറേക്ക് ഒരു ബേസ് അഡ്രസ്സ് ഉണ്ടാവും. അഡ്രസ് ഓഫ് എ പ്ലസ് I മൈനസ് L1 ഇൻറ്റു S1 പ്ലസ് J മൈനസ് L2 ഇൻറ്റു S2 പ്ലസ് K മൈനസ് L3 ഇൻറ്റു S3. ഇതിനൊരു പ്രശ്നമുണ്ട്, ഇതിനകത്ത് 3 മൾട്ടിപ്ലിക്കേഷൻസ് ആൻഡ് 6 അഡീഷൻസ് പ്ലസ് സബ്ട്രാക്ഷൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഓർഗനൈസ് ചെയ്യാം. ഇവിടെ ഒരു 2 മേജർ അഡീഷൻസും ഒരു സബ്ട്രാക്ഷനും ഇല്ല. പക്ഷേ ഇങ്ങനെ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കമ്പൈൽ ടൈമിൽ അറ്റ്ലീസ്റ്റ് ബൗൺസ് എങ്കിലും അറിയാൻ പറ്റണം. ഓക്കെ, ബൗൺസ് അറിയാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ബെറ്റർ ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോവാം. ഓക്കെ, അഡ്രസ് കാൽക്കുലേഷൻ തന്നെ അതിൻ്റെ ഒരു ബെറ്റർ ഡിസ്ട്രിബ്യൂഷൻ, അത്രയേ ഉള്ളൂ ഈ സ്ലൈഡ്. നെക്സ്റ്റ് വൺ, നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഒരു അതായത് കോഡ് വൈസ് ഓർ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ വൈസ് എങ്ങനെ ഓർഗനൈസ് ചെയ്യും ബെറ്റർ ആയിട്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നു I എന്ന് പറഞ്ഞ എലമെൻറ്റ് ഈസ് ഇൻ R1, J ഈസ് ഇൻ R2, ദെൻ K ഈസ് ഇൻ R3. Then first we are finding out this, that is I into S1, R1 into S1, which is placed in R4. Then we are finding out what J into S2, which is equal to R2 into S2. R2 ഇപ്പോൾ J കിടക്കണേ, അപ്പോൾ R2 into S2 which is equal to എന്താണ് R5ൻ്റെ തന്നെ രജിസ്റ്ററിലുണ്ടത്. ദെൻ R6 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അഡ്രസ് ഓഫ് എ മൈനസ് ഈ സെക്കൻഡ് പാർട്ട് കണ്ടോ, അതായത് ആംബ്രസൻ എ മൈനസ് L1 into S1 മൈനസ് L2 ഇൻറ്റു S2 പ്ലസ് L3 ഇൻറ്റു 4. L3 ഇൻറ്റു 4 എന്ന് ഉദ്ദേശിച്ച 4 എന്ന് പറഞ്ഞാൽ S3 ആണ്. ഓക്കെ, L3 ഇൻറ്റു S3ക്ക് പകരം നമ്മളിവിടെ വാല്യൂ ഡയറക്റ്റ് കൊടുത്തു. S3 എന്ന് പറഞ്ഞാൽ എന്താണ്, സൈസ് ഓഫ് ഇൻഡിവിജ്വൽ എലമെൻറ്റ്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, R6ലോട്ട് ഈ കിട്ടിയ വാല്യൂസ് അസൈൻ ചെയ്തു. ദെൻ നമ്മൾ R6 പ്ലസ് എന്ത് ചെയ്തേക്കുന്നത് R4ൽ ഇപ്പോൾ എന്താ ഉള്ളത്, R1 ഇൻറ്റു S1, അതായത് I ഇൻറ്റു S1. അപ്പോൾ R6 പ്ലസ് R4 ചെയ്യുന്നു, ആ കിട്ടുന്ന വാല്യൂ R6ലോട്ട് അസൈൻ ചെയ്യുന്നു. ദെൻ എഗെയിൻ R6 ഈസ് ഈക്വൽ ടു R6 പ്ലസ് R5. R5ൽ എന്താ ഉള്ളത്, R2 ഇൻറ്റു S2, ദാറ്റ് ഈസ് J ഇൻറ്റു S2. അപ്പോൾ ഈ ഓൾറെഡി R6ലുള്ള വാല്യൂ R5 കൂടെ ആഡ് ചെയ്തിട്ട് അത് R6ലോട്ട് ആഡ് ചെയ്യുന്നു. ദെൻ ഫൈനലി എന്താ ചെയ്യുക, R6 ഇൻറ്റു R3. ദെൻ കറസ്പോണ്ടിങ് ആ പൊസിഷനിലുള്ള വാല്യൂ, അതാണ് ആ പോയിൻ്റർ നൊട്ടേഷൻ, ഇത് R7ലോട്ട് കിട്ടുന്നു, അതാണ് അതിൻ്റെ അഡ്രസ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഇപ്പോൾ ഈ അറേ നമ്മൾ എടുക്കുന്ന അറേയിൽ ഫസ്റ്റ് ഡയമെൻഷൻ്റെ അപ്പർ ബൗണ്ട് 2, ലോവർ ബൗണ്ട് 1, സെക്കൻഡ് ഡയമെൻഷൻ്റെ upper bound 3, lower bound 1, then third dimension upper bound 3 and lower bound is equal to 1, and we are assuming that the base address or start address of A be 2000. Okay, 2000 എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ ഈ അറേ എന്ന് പറഞ്ഞാൽ അറേ ഓഫ് ഇൻറ്റീജേഴ്സ് ആണെന്ന് കൺസിഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് സൈസ് അതായത് +2 ആയിരിക്കും, അതായത് അസ്യൂമിങ് എലമെൻറ്റ്സ് ഓഫ് ഇൻറ്റീജർ ടൈപ്പാണ്. അപ്പോൾ മാക്സിമം ഓരോ എലമെൻറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ 2 bytes ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്ലെയിൻ 1 പ്ലെയിൻ 2 എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ആദ്യം 2000ൽ ഒരു വാല്യൂ കാണും, ദെൻ 2002ൽ കാണും, ദെൻ 2004, അതായത് +2 ആ ഒരു അറേഞ്ച്മെൻറ്റിൽ. ഇനി നമ്മുടെ ഒരു ഇത് മീൻസ് ഫൈൻഡിങ് ഔട്ട് ഏത് അഡ്രസ്സാണെന്ന് വെച്ചാൽ നമുക്ക് A of 211 കണ്ടുപിടിക്കണം. ഒരു എലമെൻ്റ് ആണ് ഈ അറേയിലുള്ള A of 211, അതിൻ്റെ അഡ്രസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനാണ് നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്. സോ ടു ആക്സസ് A of 211 ദ അഡ്രസ് കാൽക്കുലേഷൻസ് ആർ എങ്ങനെ ചെയ്യും, ഇതാണ് ഫോർമുല. ഫസ്റ്റ് വി ആർ ഫൈൻഡിങ് ഔട്ട് S3, അതായത് 3 കോൺസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കണം കേട്ടോ. ഇതാ ഈ 3 കോൺസ്റ്റൻസ്. സോ S3 ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, അത് കിട്ടി. കാരണം ഇൻറ്റീജേഴ്സ് ആയതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ സൈസ് എത്രയായിരിക്കും, അതിൻ്റെ സൈസ് എത്രയായിരിക്കും 2. ദെൻ S3 കിട്ടിക്കഴിഞ്ഞാൽ S2 കണ്ടുപിടിക്കാം, U3 മൈനസ് L3 പ്ലസ് 1 ഇൻറ്റു S3 വിച്ച് ഈസ് ഈക്വൽ ടു 6. ദെൻ S1 കിട്ടുന്നു S2ൻ്റെ ബേസിസിൽ വിച്ച് ഈസ് ഈക്വൽ ടു 18. ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ ഫോർമുല അഡ്രസ് ഓഫ് എ പ്ലസ് ദിസ് ലാസ്റ്റ് ഫോർമുല കണ്ടോ, അഡ്രസ് ഓഫ് എ പ്ലസ് I മൈനസ് L1 ഇൻറ്റു S1 പ്ലസ് J മൈനസ് L2 ഇൻറ്റു S2 പ്ലസ് K മൈനസ് L3 ഇൻറ്റു S3. ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഫൈനലി നമുക്ക് എന്ത് കിട്ടും, ഈ കറസ്പോണ്ടിങ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ എത്ര എന്നാണ് കിട്ടിയത്, 2018. കണ്ടോ, 2018 എന്ന് പറഞ്ഞ ഈ ഒരു പൊസിഷനിലായിരിക്കും A of 211 എന്ന് പറഞ്ഞ എലമെൻറ്റ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു അറേസ്. അപ്പോൾ താങ്ക് യു.